നമസ്കാരം, ഞാൻ നിങ്ങളുടെ അനിൽ സാർ. ഈ കൊറോണ കാലത്ത് നിങ്ങളെല്ലാവരും സുരക്ഷിതരാണെന്ന് കരുതുന്നു. നമ്മുടെ പാഠഭാഗങ്ങൾ സംസ്ഥാന സർക്കാർ വിക്ടേഴ്സ് ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അതിനെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങളാണ് ഇനിയുള്ള എൻ്റെ വീഡിയോകളിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നേരെ പാഠഭാഗങ്ങളിലേക്ക് പോകാം. ഈ വർഷത്തെ 11ാമത്തെ അധ്യായമായ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ബയോടെക്നോളജിയുടെ 2 അധ്യായങ്ങളിൽ ആദ്യത്തേതാണ്. എന്താണ് ബയോടെക്നോളജി? It is a technique of using organism or their enzymes for the products or processes useful to humans. അതായത് ജീവികളെയോ അവയുടെ എൻസൈമുകളെയോ ഉപയോഗിച്ച് മനുഷ്യന് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രക്രിയ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇത്. ഈ പലഹാരങ്ങൾ നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. ഇതിൽ തൈര് തലേദിവസം പാലിൽ ഉറ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയയാണ് ഇതിന് സഹായിക്കുന്നത്. അതുപോലെ അപ്പം ഈസ്റ്റ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇഡ്ഡലിയും ദോശയുമെല്ലാം ഒരു ഫെർമെൻറ്റേഷൻ പ്രക്രിയയുടെ ഭാഗമാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വീടുകളെല്ലാം ഒരു മിനി ബയോടെക്നോളജി ലാബാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ അമ്മമാർ ബയോടെക്നോളജിസ്റ്റുകളും. ഇന്ന് മനുഷ്യൻ്റെ സർവ്വ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു മെഗാ ശാസ്ത്രശാഖയാണ് ബയോടെക്നോളജി. ടിഷ്യൂ കൾച്ചർ, ജനറ്റിക് എഞ്ചിനീയറിംഗ്, ജനിതകമാറ്റം വരുത്തിയ വിളകളുടെ ഉൽപ്പാദനം, പുതിയ ഇനം മൃഗങ്ങളുടെ ഉൽപ്പാദനം, പിന്നെ രോഗനിർണയം, ഈ COVID-19 ടെസ്റ്റുകളായ PCR ആൻറ്റിബോഡി എല്ലാം ബയോടെക്നോളജിയിൽ പെടുന്നതാണ്. അതുകൂടാതെ മരുന്ന് നിർമ്മാണം, ഇന്ന് ലോകം മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വാക്സിൻ നിർമ്മാണം തുടങ്ങിയ എല്ലാ മേഖലകളിലും ബയോടെക്നോളജിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബയോടെക്നോളജിയുടെ പ്രാധാന്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയല്ലോ. ഇനി ബയോടെക്നോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ജനിതക എഞ്ചിനീയറിംഗ് അഥവാ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇറ്റ് ഈസ് ദ ടെക്നിക് ടു ആൾട്ടർ ദ ജനറ്റിക് മെറ്റീരിയൽ, ദാറ്റ് ഈസ് DNA or RNA, by introducing foreign DNA or RNA into the host organism and thus change the phenotype of that organism. ഏതൊരു ജീവിയുടെയും പാരമ്പര്യ സ്വഭാവം അഥവാ അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ നിയന്ത്രിക്കുന്നത് അതിൻ്റെ DNA-യോ RNA-യോ ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയിരിക്കെ ആ ജീവിയുടെ DNA-യിലോ RNA-യിലോ മറ്റൊരു ജീൻ വെച്ചുപിടിപ്പിച്ചാൽ അതിൻ്റെ സ്വഭാവ സവിശേഷതകളിൽ മാറ്റം വരും. അത് തീർച്ചയാണല്ലോ. അങ്ങനെയിരിക്കെ നമ്മളൊരു ജീവിയുടെ DNA-യിൽ അല്ലെങ്കിൽ RNA-യിൽ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു DNA അല്ലെങ്കിൽ RNA വെച്ചുപിടിപ്പിച്ച് അതിൻ്റെ പാരമ്പര്യ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ജനിതക എഞ്ചിനീയറിംഗ്. ബാസിലസ് എന്ന റോഡ് ഷേപ്പ് ബാക്ടീരിയയുടെ ഒരു മോഡലാണ് ഇത്. ഇതിൻ്റെ എക്സ്റ്റേണൽ സൈഡിൽ നമുക്ക് ധാരാളം പോഴ്സ് കാണാം. ഒരു എൻഡിലായി ഫ്ലജെല്ലയുണ്ട്. ബാക്ടീരിയയുടെ ഇൻസൈഡ് നോക്കിയാൽ അവിടെ ബാക്ടീരിയൽ ക്രോമസോം കാണാം. ബാക്ടീരിയൽ ക്രോമസോമിൽ ധാരാളം ജീനുകളുണ്ട്. ബാക്ടീരിയയുടെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ബാക്ടീരിയൽ ക്രോമസോമിലെ ജീനുകളാണ്. അവിടെ റൈബോസോമുകളെ കാണാം. അതുകൂടാതെ മറ്റൊരു DNA-യുടെ റിങ് നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും. ഈ റിങ്ങിനെ പ്ലാസ്മിഡ് എന്നാണ് വിളിക്കുന്നത്. ഈ പ്ലാസ്മിഡിലാണ് നമ്മൾ ആവശ്യമുള്ള ജീനുകൾ വെച്ച് പിടിപ്പിച്ച് ബാക്ടീരിയക്കുള്ളിലേക്ക് നിക്ഷേപിക്കുന്നത്. ഈ ബാക്ടീരിയക്കുള്ളിലേക്ക് തന്നെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാക്ടീരിയയിലേക്കോ നിക്ഷേപിക്കാം. അപ്പോൾ ഒരു ജീൻ ബാക്ടീരിയക്കുള്ളിലേക്ക് കൊണ്ടുവരാനുള്ള ഏജൻ്റായി ഈ പ്ലാസ്മിഡ് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ക്ലോണിംഗ് വെക്ടർ എന്നും വിളിക്കാറുണ്ട്. ബാക്ടീരിയയുടെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിന് 3 ഘട്ടങ്ങളുണ്ട്. എ. ക്രിയേഷൻ ഓഫ് റീകോംബിനന്റ് DNA, ബി. ജീൻ ക്ലോണിംഗ്, സി. ജീൻ ട്രാൻസ്ഫർ. ആദ്യം ബാക്ടീരിയയിൽ നിന്നും പ്ലാസ്മിഡ് പുറത്തെടുക്കുകയും തുടർന്ന് അത് കട്ട് ചെയ്യുകയും ചെയ്യുന്നു.
ശേഷം നമുക്കിഷ്ടമുള്ള ഒരു DNA അഥവാ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അതിൽ വെച്ചുപിടിപ്പിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന പ്ലാസ്മിഡിനെയാണ് റീകോംബിനന്റ് പ്ലാസ്മിഡ് അഥവാ റീകോംബിനന്റ് DNA എന്ന് പറയുന്നത്. തുടർന്ന് ഈ പ്ലാസ്മിഡ് എണ്ണത്തിൽ വർദ്ധിപ്പിക്കുന്നു. ഈ പ്രോസസ്സാണ് ജീൻ ക്ലോണിംഗ്. ജീൻ ട്രാൻസ്ഫർ എന്നാൽ റീകോംബിനന്റ് DNAയെ അനുയോജ്യമായ ബാക്ടീരിയയിലേക്ക് തിരികെ നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ്. ഇപ്രകാരം രൂപം കൊള്ളുന്ന ബാക്ടീരിയയെ ട്രാൻസ്ഫോംഡ് ബാക്ടീരിയ എന്ന് പറയുന്നു. ജനറ്റിക് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണയായിട്ടുണ്ടെന്ന് കരുതുന്നു. വിജയകരമായി ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്യുന്നതിന് ചില ടൂളുകളുടെ ആവശ്യമുണ്ട്. ആ ടൂളുകളെ നമുക്ക് ഇപ്പോൾ പരിചയപ്പെടാം. ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റീകോംബിനന്റ് DNAയുടെ നിർമ്മാണം. അതിനായി 3 ടൂളുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. 1 ക്ലോണിംഗ് വെക്ടറുകൾ, 2 റെസ്ട്രിക്ഷൻ എൻസൈംസ്, 3 കോമ്പിറ്റന്റ് ഹോസ്റ്റ്. എന്താണ് ക്ലോണിംഗ് വെക്ടർ? Cloning vector is a small piece of DNA that can be maintained in an organism and into which a foreign DNA fragment can be inserted for cloning purposes. അതായത് ഒരു ജീവിയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഫോറിൻ DNA അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്ന ഏത് DNA കഷ്ണവും ക്ലോണിംഗ് വെക്ടർ എന്ന് നമുക്ക് വിളിക്കാം. ബാക്ടീരിയയുടെ ക്ലോണിംഗ് വെക്ടറാണ് പ്ലാസ്മിഡ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. രണ്ടാമതായി വരുന്ന ടൂളാണ് റെസ്ട്രിക്ഷൻ എൻസൈമുകൾ. നേരത്തെ ഞാൻ കാട്ടിയ ഒരു ഡെമോൺസ്ട്രേഷനിൽ അവിടെ പ്ലാസ്മിഡ് DNAയെ ഒരു കത്രിക ഉപയോഗിച്ച് മുറിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും. എന്നാൽ റിയൽ സിറ്റുവേഷനിൽ ഇത് സാധ്യമല്ല. എന്താണ് കാരണം? DNA എന്ന് പറയുന്നത് ഒരു മോളിക്യൂളാണ്. ഈ മോളിക്യൂളിനെ ഒരു കത്രിക ഉപയോഗിച്ച് മുറിക്കാൻ സാധിക്കില്ല. അതിനായിട്ട് ചില എൻസൈമുകൾ ആവശ്യമാണ്. ഈ എൻസൈമുകളെയാണ് റെസ്ട്രിക്ഷൻ എൻസൈമുകൾ എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈമുകൾ ബയോളജിക്കൽ സിസേഴ്സ് എന്നാണ് ബയോടെക്നോളജി മേഖലയിൽ അറിയപ്പെടുന്നത്. ന്യൂക്ലിയസുകൾ എന്ന് വിളിക്കുന്ന വലിയൊരു വിഭാഗം എൻസൈമുകളിൽ വരുന്ന എൻസൈമുകളാണ് റെസ്ട്രിക്ഷൻ എൻസൈമുകൾ. DNA തന്മാത്രകളെ കട്ട് ചെയ്യാൻ കഴിവുള്ള എൻസൈമുകളാണ് റെസ്ട്രിക്ഷൻ എൻസൈമുകൾ. 2 തരം റെസ്ട്രിക്ഷൻ എൻസൈമുകളെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായി റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസുകളും മറ്റൊന്ന് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകളും. റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസ് DNA മോളിക്യൂളിൻ്റെ ടിപ്പുകൾ കട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അഗ്രഭാഗങ്ങൾ കട്ട് ചെയ്യുന്നു. എൻഡോന്യൂക്ലിയസ് ആകട്ടെ DNAയുടെ ഇൻസൈഡ് അഥവാ അന്തർഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. റെസ്ട്രിക്ഷൻ എൻസൈമുകളുടെ നോമൻക്ലേച്ചർ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമാണ് ഇക്കോർ-1. ഇതിൽ ഇക്കോർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈക്കോളൈ ബാക്ടീരിയയാണ്. അതിനർത്ഥം ഈ എൻസൈം ഈക്കോളൈ ബാക്ടീരിയയിൽ നിന്നാണ് വേർതിരിച്ചെടുത്തിട്ടുള്ളതെന്നാണ്. R എന്ന ലെറ്റർ റഫ് എന്ന സ്ട്രെയിനിനെ സൂചിപ്പിക്കുന്നു. അത് RO SO ആകാം. S സ്മൂത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റോമൻ ലെറ്റർ 1 എന്ന് ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയയിൽ നിന്നും എൻസൈം വേർതിരിച്ചെടുത്തതിന്റെ ക്രമത്തെയാണ്. ക്രോമസോമുകളുടെ ഘടന നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ക്രോമസോമുകളുടെ ഉള്ളിൽ എംബഡഡ് ആയ രീതിയിലാണ് DNA ഇരിക്കുന്നത്. ആ ഒരു ക്രമീകരണം നമുക്ക് ഇപ്പോൾ നോക്കാം. ഓരോ ക്രോമസോമുകളും ചുരുളഴിച്ചാൽ നമുക്ക് ക്രൊമാറ്റിൻ തന്തുക്കൾ കിട്ടുന്നു. ഈ ക്രൊമാറ്റിൻ തന്തുക്കൾ വീണ്ടും ചുരുളഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ന്യൂക്ലിയോസോമുകൾ. ന്യൂക്ലിയോസോമുകൾ വീണ്ടും അഴിച്ചാൽ നമുക്ക് DNA തന്തുക്കളെ കിട്ടും. DNA ചുറ്റുഗോവണിയുടെ ആകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ നിരവധി സ്റ്റെപ്സ് കാണാൻ സാധിക്കും. ഓരോ സ്റ്റെപ്പും ഓരോ ന്യൂക്ലിയോടൈഡുകളാണ്. വിവിധ ബേസ് പെയറുകൾ ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ചുറ്റിലും 10 ബേസ് പെയറുകൾ വീതമുണ്ട്. അഡിനിൻ എന്ന ബേസ് തൈമിൻ എന്ന ബേസുമായും ഗ്വാനിൻ എന്ന ബേസ് സൈറ്റോസിൻ എന്ന ബേസുമായും യോജിച്ചാണ് ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാകുന്നത്. ഈ കാണുന്ന DNAയിൽ 8 ബേസ് പെയറുകളാണുള്ളത്. ഓരോ ഇഴകളും വിപരീത ദിശയിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായും ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഓരോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമുകളും DNA-യുടെ നീളത്തിൽ സഞ്ചരിക്കുകയും തൻ്റെ റെക്കഗ്നിഷൻ സീക്വൻസ് കണ്ടെത്തുകയും ചെയ്യും. ഓരോ റെക്കഗ്നിഷൻ സീക്വൻസും 6 ബേസ് പെയറുകൾ വീതം ഉള്ളതാണ്. ഓരോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമുകൾക്കും സ്പെസിഫിക് ആയ റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ടായിരിക്കും. ഉദാഹരണമായി ഈ കാണുന്ന 3 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമുകളായ ICOR1, HIND3, BAMH1 ഈ 3ന്റെയും റെക്കഗ്നിഷൻ സീക്വൻസുകൾ ശ്രദ്ധിക്കുക. ഓരോന്നും 6 ബേസ് പെയർ വീതമുള്ളതും ഓപ്പോസിറ്റായി അറേഞ്ച് ചെയ്തിരിക്കുന്നതുമാണ്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് കൂടുതൽ വ്യക്തമായി ശ്രദ്ധിച്ചാൽ ഓരോ സീക്വൻസും ഒരു പാലിൻഡ്രോം രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു സ്ട്രാൻഡിലുള്ള 6 ബേസുകളുടെ ക്രമത്തിന് വിപരീതമായിരിക്കും ഓരോ ഓപ്പോസിറ്റ് സ്ട്രാൻഡിലും ഉള്ള ബേസുകളുടെ ക്രമം. ഇതിനെയാണ് പാലിൻഡ്രോമിക് ക്രമം അഥവാ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈമുകളുടെ പ്രവർത്തന രീതി നമുക്ക് നോക്കാം. റെസ്ട്രിക്ഷൻ എൻസൈമുകൾ പ്ലാസ്മിഡ് DNA-യുടെ സ്പെസിഫിക് സീക്വൻസിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു. അതിനാൽ ഇവയെ മോളിക്കുലാർ സിസേഴ്സ് അഥവാ ബയോളജിക്കൽ സിസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. വെർണർ ആർബർ, ഹാമിൽട്ടൺ സ്മിത്ത്, ഡാനിയൽ നെത്തൻസ് എന്നിങ്ങനെയുള്ള 3 സയന്റിസ്റ്റുകൾക്ക് നോബൽ പ്രൈസ് നേടിക്കൊടുത്ത കണ്ടുപിടുത്തമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമുകളുടെ കണ്ടുപിടുത്തം. DNA-യിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് മുറിവുകൾ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നടുക്കുകൂടെയല്ല, അതിനു പകരം നടുക്ക് നിന്നൽപ്പം മാറിയാണ് കട്ട് ചെയ്യുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈമുകൾക്ക് ആ പേര് എങ്ങനെ ലഭിച്ചെന്ന് നോക്കാം. കാരണം തന്നെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളുടെ DNA-യെ കട്ട് ചെയ്ത് അതിൻ്റെ വളർച്ച റെസ്ട്രിക്റ്റ് ചെയ്യുന്ന എൻസൈമുകളാണ് റെസ്ട്രിക്ഷൻ എൻസൈമുകൾ. എന്നാൽ സ്വന്തം DNA അത് കട്ട് ചെയ്യാറില്ല. അതിന് കാരണം സ്വന്തം DNA മെത്തിലേറ്റഡ് ആയതുകൊണ്ട് അതിനെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമുകൾ DNA കട്ട് ചെയ്യുന്നതിൽ ഒരു വ്യത്യാസം ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു വീഡിയോയിൽ. അത് റെക്കഗ്നിഷൻ സൈറ്റിൻ്റെ മിഡിലല്ല കട്ട് ചെയ്യുന്നത്, പകരം മിഡിൽ നിന്ന് അല്പം മാറിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് റിസൾട്ടൻ്റായിട്ട് 2 ഓവർ ഹാങ്ങിങ് സ്ട്രെച്ചസ് ഓഫ് DNA ഉണ്ടാകുന്നു. ഈ സ്ട്രെച്ചസിനെ സ്റ്റിക്കി എൻഡുകൾ എന്നാണ് വിളിക്കുന്നത്. പിന്നീട് ഒരു ഫോറിൻ DNA ആഡ് ചെയ്തതിന് ശേഷം ഒട്ടിക്കുമ്പോൾ കൂടുതൽ ശക്തമായ ഒരു ബോണ്ടിങ് അവിടെ വരുന്നതിന് വേണ്ടിയാണ് ഈ സ്റ്റിക്കി എൻഡുകൾ അവിടെ വെച്ചിരിക്കുന്നത്. നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ കണ്ടു നോക്കാം. ബാക്ടീരിയയുടെ ക്ലോണിംഗ് വെക്ടറായ ഒരു പ്ലാസ്മിഡിൻ്റെ മോഡലാണത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഗ്രീൻ കളറിലെ ഏരിയയാണ് ഇതിൻ്റെ റെക്കഗ്നിഷൻ സീക്വൻസ്. ഇവിടെ 6 ബേസുകൾ പാലിൻഡ്രോം രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം പ്രവർത്തിക്കുമ്പോൾ അത് കട്ട് ചെയ്യുന്നത് മിഡിലല്ല, പകരം മിഡിൽ നിന്ന് അല്പം മാറിയാണ്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ 2 ഓവർ ഹാങ്ങിങ് സ്ട്രെച്ചസ് ഓഫ് DNA കിട്ടുന്നു. ഇതിനെയാണ് സ്ട്രിക്കി എൻഡ് അഥവാ ഒട്ടുന്ന അഗ്രഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഒരു ഫോറിൻ DNA. ആ മിഡിലിൽ കാണുന്ന റെഡ് കളറിലുള്ളതാണ് ഒരു ഫോറിൻ DNA എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഫോറിൻ DNA നമ്മൾ പ്ലാസ്മിഡിൻ്റെ മുറിഞ്ഞ ഭാഗത്ത് വെക്കുമ്പോൾ കൂടുതൽ റിജിഡിറ്റി കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സ്റ്റിക്കി എൻഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വളരെ ദൃഢമായ ഒരു ബോണ്ടിങ് ഇവിടെ നടക്കുന്നു. സ്റ്റിക്കി എൻഡുകളുടെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. Sticky ends are the overhanging stretches of DNA molecule after being cut by the restriction enzymes like ICOR1. It is resulted because ICOR1 cuts the recognition sequence little away from the center. ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഡയഗ്രം നമുക്ക് നോക്കാം. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന റെഡ് DNA പ്ലാസ്മിഡ് വെക്ടർ DNA ആണ്.
അതുപോലെ റൈറ്റ് സൈഡിലുള്ളത് ഒരു ഫോറിൻ DNA-യുമാണ്. ഈ രണ്ട് DNA-യും ഒരേ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഒരേ റെക്കഗ്നിഷൻ സീക്വൻസ് ആണ് ഇതിനുണ്ടായിരിക്കുന്നത്. എന്നാൽ മാത്രമേ പരസ്പര പൂരകമായ, അതായത് കോംപ്ലിമെന്ററി ആയ സ്റ്റിക്കി എൻഡുകൾ ലഭിക്കുകയുള്ളൂ. ആ സ്റ്റിക്കി എൻഡുകൾ കൂട്ടിച്ചേർത്ത് ഈ DNA ഒരു റീകോംബിനന്റ് DNA ആക്കി മാറ്റുന്നു. ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു ഇല്ലുസ്ട്രേഷനാണ് ഈ കാണുന്നത്. സ്റ്റെപ്സ് ഇൻ ഫോർമേഷൻ ഓഫ് റീകോംബിനന്റ് DNA ബൈ ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. അവിടെ ഫോറിൻ DNA-യും പ്ലാസ്മിഡ് വെക്ടർ DNA-യും ഒരേ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു. പ്ലാസ്മിഡിന്റെ കട്ട് എൻഡിലേക്ക് ഫോറിൻ DNA-യുടെ കഷ്ണം വെച്ച് അവിടെ DNA ലൈഗേസ് എന്ന എൻസൈം ഉപയോഗിച്ച് ലൈഗേറ്റ് ചെയ്യുന്നു. ഇതിനെ ബാക്ടീരിയയിലേക്ക് തിരികെ നിക്ഷേപിക്കുന്നു. അങ്ങനെ ലഭിക്കുന്ന ബാക്ടീരിയയാണ് ട്രാൻസ്ഫോംഡ് ബാക്ടീരിയ. ഈ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഇതിൽ കാണുന്നത് ഒരു പ്ലാസ്മിഡാണ്. അനേകം ജീനുകൾ അതിനകത്തുണ്ട്. പ്ലാസ്മിഡിനെ അതിൻ്റെ ക്ലോസപ്പ് ദൃശ്യമാണ് ഈ കാണുന്നത്. അവിടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം, ആ ബ്ലൂ കളർ എൻസൈം അവിടെ ബൈൻഡ് ചെയ്യുകയാണ്. അത് പ്ലാസ്മിഡിൻ്റെ ലെങ്ത്തിലുടനീളം സഞ്ചരിച്ച് തൻ്റെ റെക്കഗ്നിഷൻ സീക്വൻസ് കണ്ടുപിടിക്കുകയാണ്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് DNA-യെ കട്ട് ചെയ്യുന്നു. ആ കട്ട് എൻഡ് നിങ്ങൾക്ക് കാണാം. അവിടേക്ക് ഫോറിൻ DNA-യുടെ ഒരു പീസ് വന്ന് അറ്റാച്ച് ചെയ്യുകയാണ്. അവിടെ സ്റ്റിക്കി എൻഡുകളുണ്ട്. അവിടെ അത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. DNA ലൈഗേസ് അവിടെ എത്തിച്ചേരുന്നു. ലൈഗേസ് ആ കട്ട് എൻഡിനെ സിമെന്റ് ചെയ്ത് അതിനെ ഒരു റീകോംബിനന്റ് DNA ആക്കി മാറ്റുന്നു. ഇത്തരം റീകോംബിനന്റ് DNA ബാക്ടീരിയൽ സെല്ലിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അനേകം ബാക്ടീരിയകളായി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓരോ കുഞ്ഞു ബാക്ടീരിയകളിലും അതിൻ്റെ ഓരോ കോപ്പീസ് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ നമുക്ക് ആവശ്യമായ പ്രൊഡക്ട്സ് അതിൽ നിന്ന് കിട്ടുന്നു. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്താലോ? ബയോടെക്നോളജി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ഇന്നത്തെ കാലത്തെ പ്രസക്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതുപോലെ റീകോംബിനന്റ് DNA ടെക്നോളജിയെ പറ്റി നമ്മൾ മനസ്സിലാക്കി. അവിടെ ഉപയോഗിക്കുന്ന ടൂളുകൾ, അതായത് ക്ലോണിംഗ് വെക്ടറുകൾ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമുകൾ, അതിൻ്റെ പ്രവർത്തന രീതികൾ, അതായത് അത് എങ്ങനെ DNA കട്ട് ചെയ്യുന്നു, റെക്കഗ്നിഷൻ സീക്വൻസ് എന്താണ്, പാലൻഡ്രോമിക് സീക്വൻസ് എന്താണ്, സ്റ്റിക്കി എൻഡുകൾ എന്താണ്, DNA ലൈഗേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ബാക്ടീരിയ, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. ഇനി എനിക്ക് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, എന്തുകൊണ്ടാണ് ഒരു പ്ലാസ്മിഡിൽ അഥവാ പ്ലാസ്മിഡ് ആയിട്ടുള്ള ക്ലോണിംഗ് വെക്ടറിൽ ഒരു റെക്കഗ്നിഷൻ സീക്വൻസേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുന്നത്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുക. എൻ്റെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. എന്തുകൊണ്ടാണ് ഒരു ക്ലോണിംഗ് വെക്ടർ, അതായത് ഒരു പ്ലാസ്മിഡിൽ ഒരു റെക്കഗ്നിഷൻ സീക്വൻസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുന്നു? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ കാണാം. താങ്ക് യു.